ഒരുപാട് കഥകളുണ്ട്. ഇതിന് എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്കൊന്നേ കിട്ടും. എം ടി വാസുദേവൻ നായരുടെ എല്ലാ കഥകളിലും അഭിനയിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഓരോ കഥ വായിക്കുമ്പോഴും അതിലെ കഥാപാത്രമായി തന്നെ സങ്കല്പിക്കാറുണ്ടെന്നും പറയുകയാണ് നടൻ മമ്മൂട്ടി. എം ടിയുടെ കഥകളെ ആസ്പദമാക്കി ഒരുക്കുന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ചിനിടെ സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി. താനും രഞ്ജിത്തും ചേർന്ന് 2 മണിക്കൂറുള്ള ഒരു മുഴുനീള സിനിമയായി ഒരുക്കാനിരുന്ന ചിത്രമായിരുന്നു കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പെന്നും അതാണ് എം ടിയുടെ മനോരഥങ്ങൾ എന്ന ആന്തോളജിയിലെ ഒരു കൊച്ചു സിനിമയായി മാറിയതെന്നും മമ്മൂട്ടി പറയുന്നു. എം ടിയുടെ ആത്മകഥാംശമുള്ള സിനിമയാണ് കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ്. അതിൽ 2 വേഷം ചെയ്യാനായിരുന്നു തന്നോട് പറഞ്ഞത്. പിന്നെ അതും ചുരുങ്ങിയ ഒന്നായി മാറി. അങ്ങനെ മൊത്തത്തിൽ തന്നെ കുറുക്കിയെടുത്തിരിക്കുകയാണ് ഈ സിനിമയിലെന്നായിരുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ. എം ടി എന്ന എഴുത്തുകാരൻ മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനാണെന്നും അദ്ദേഹത്തിലെ ഓരോ കഥ വായിക്കുമ്പോഴും അതിലെ ഒരു കഥാപാത്രമായി തന്നെ സങ്കല്പിക്കാറുണ്ടെന്നും മമ്മൂട്ടി പറയുന്നു. തിരക്കഥാ സാഹിത്യത്തിനും മലയാളത്തിൽ ആരാധകരുണ്ടെന്ന് കാണിച്ചു തന്നത് എം ടി ആണെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. ആന്തോളജി വിഭാഗത്തിൽ അപൂർവമായിട്ടേ സിനിമകൾ ഉണ്ടാകാറുള്ളൂ. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ആരുടെ മുൻപിലും അഭിമാനത്തോട് പറയാനാകുന്ന ഒരു ആന്തോളജി ആയിരിക്കും മനോരഥങ്ങളെന്നും എഴുത്തുകാരന്റെ മനോരഥത്തിൽ കയറിപ്പോകുന്ന കാഴ്ചകളാണ് നാം കാണുന്നത് എന്നുമാണ് മമ്മൂട്ടി പറയുന്നത്. വ്യക്തിപരമായി എം ടിയോട് ഏറെ അടുപ്പമുള്ളയാളാണ് താനെന്നും തന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് എം ടി വാസുദേവൻ നായർക്കുള്ളിലെ ചെറുപ്പമാണെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. സമകാലികം, രാഷ്ട്രീയം, സാഹിത്യം, സാമ്പത്തികം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അറിവുള്ളയാളാണ് അദ്ദേഹം. ലോകത്തിലെ വിവിധ ഭാഷകളിലെ പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കാറുണ്ട്. ഈ സിനിമ വലിയൊരു സിനിമയാക്കാൻ താനും രഞ്ജിത്തും കൂടി നോക്കിയതാണ്. പക്ഷെ പല കാരണങ്ങളാൽ വൈകിപ്പോയി. ഒടുവിൽ ഈ ആന്തോളജി വന്നപ്പോൾ മുൻപ് ചെയ്യാൻ വെച്ച ഈ കഥ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുകയായിരുന്നു. സത്യത്തിൽ ഇതിലെ എല്ലാ കഥയിലും അഭിനയിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ എല്ലാം തരില്ലാത്തത് കൊണ്ട് ഒരെണ്ണമേ അഭിനയിക്കാൻ കിട്ടിയുള്ളൂ. അതാണ് കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ്. നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയുടെ തുടർച്ചയായി എം ടി എഴുതിയതാണെന്നും എം ടിയുടെ ആത്മകഥാംശമുള്ള കഥയാണിതെന്നും നല്ല നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന സിനിമയാണിതെന്നും മമ്മൂട്ടി പറയുന്നു. ശ്രീലങ്കയിൽ പോയാണ് ചിത്രത്തിന്റെ ഷൂട്ട് ചെയ്തതെന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. എം ടിയുടെ കഥകൾ വായിക്കുമ്പോൾ തിരക്കഥ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതിലേതെങ്കിലും ഒരു കഥാപാത്രമായി മാറുന്നത് പണ്ടേ ഉള്ള സ്വഭാവവുമാണ്. ഇപ്പോഴും ഉണ്ട് ആ സ്വഭാവമെന്നും ഈ അടുത്ത കാലത്ത് താനും എം ടിയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും 2 ചെറുകഥകൾ വായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ടിവിയിലോ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടിയാണതെന്നും പക്ഷെ അത് നീണ്ടുപോയി എന്നും മമ്മൂട്ടി പറയുന്നു. സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്ത ഒരു സായാഹ്നമാണ് നമുക്ക് ആന്തോളജി സിനിമകൾ അപൂർവമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ച്. മനോരഥങ്ങൾ എഴുത്തുകാരന്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ്, കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിനേക്കാളും വലിയ ചേർന്നൊരു പേരുണ്ടാവാൻ സാധ്യത. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം ടിയായിട്ട് അടുപ്പമുള്ളവരാണ്. ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്, അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിലുള്ള ചെറുപ്പമാണ്. ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, സമകാലീന സംഭവങ്ങളെ കുറിച്ച്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളതാണ്. പുതിയ പുസ്തകങ്ങൾ, പുതിയ സാഹിത്യകാരന്മാർ, പുതിയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, വിവിധ ഭാഷകളിലെ, ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവുകൾ അത് വായിച്ചിരിക്കുന്നു. ഇനി അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത്. അപ്പം വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴേ എന്നെ വിളിച്ചത്. എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിട്ടുണ്ട്. 2ാം ലോകമഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവകഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷനാണ്, ഡോക്ടർ ഫിക്ഷൻ. ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു. എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എം ടി 2 പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം. പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അത് എന്റെ മോളെടുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു. എന്നെ കൊണ്ട് അത്ര വായിക്കുമ്പോൾ ഇത്രയുള്ള ബുക്കാണ്. അപ്പൊ എന്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എന്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ അവര് വായിക്കുന്ന, അവരറിയുന്ന സാഹിത്യത്തിലേക്ക്, സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ്. സാഹിത്യ രംഗത്ത് ഇത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, ഇത്രത്തോളം തികച്ചും മുന്നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ കടുകണ്ണാവ ഒരു കഥ മാത്രമല്ല, 2 കഥകളാണ്. അവളുടെ ഓർമ്മയ്ക്കും, അല്ലെ, നിന്റെ ഓർമ്മയ്ക്കും. ഈ സിനിമ
ഒരു വലിയ സിനിമയൊക്കെ ഞാനും രഞ്ജിത്തും കൂടെ നോക്കിയതാണ്. കുറെ വലിയ ഒരു പൂർണ്ണ സിനിമയായിട്ട് ഈ 40-30 മിനിറ്റിലല്ലാതെ 2 മണിക്കൂറിലൊന്നും സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സമീപിച്ചതൊക്കെ അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായത്. അതിൻ്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായ അടുപ്പം കൊണ്ട് ഇത് തന്നെ അങ്ങ് ആക്കാമെന്ന് തീരുമാനിച്ചതാണ്. വേറെ ഒരുപാട് കഥകളുണ്ട്. ഇതിന് എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്കൊന്നേ കിട്ടും. അതാണ് കടകണ്ണാവ നിന്റെ ഓർമ്മയ്ക്ക്. ഇതിൽ കടകണ്ണാവെന്നൊന്നും ടൈറ്റില്ല. ഞങ്ങളിത് ഇന്ത്യയുടെ എന്താ പറയുക കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ്. അതെയാണ് 2 വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ അതും ചുരുക്കി ഒന്നായി. അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുക സിനിമയിൽ. കുറച്ചേ ഉള്ളൂ. പക്ഷെ നല്ല ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ സിനിമ പലരും MT വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് ഒരു തറവാടും വിദേശത്ത് പോയ അച്ഛനുമൊക്കെ ആയിട്ടുള്ള ഒരു കഥ. അത് രഞ്ജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സിലോണ്ടൊക്കെ പോയി ഷൂട്ട് ചെയ്താണ്. മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഫോറിലാണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ മഹേഷിന്റെ ഇവിടെ കാനഡയിലാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങളുടെ ഇവിടെ ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ പ്രത്യേക ഒരു സിനിമയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല. തിരക്കഥയ്ക്ക് എങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല ഒരു സാഹിത്യ രൂപം എന്നാണ്. അത് MTയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുമുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട്, ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് MTയാണ് അതിൻ്റെ ആരംഭം കുറിച്ചത്. അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി. അതിന് പിൽക്കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടു. ഞാൻ MTയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത്. എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പണ്ടുപോലുണ്ട്. ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. 2 ചെറുകഥകൾ ഞാൻ വായിക്കാം എന്ന് വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തു. അതായത് കഥ വായിക്കേ ഒരു കഥ ഒരു 10 പേജോ അല്ലെ 5 പേജോ 4 പേജോ ഒരു കഥ വായിച്ച് ഏതെങ്കിലും ഒരു TV-ലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇതുവരെ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു. എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീണ്ടുപോയത്. അതിലിത്രയൊക്കെ ആയി. ഇത് മലയാളത്തിൽ അതിസന്ധം പറയുന്നത്. MTക്ക് പ്രായം ആയിട്ടില്ല. MTക്ക് 1 വർഷം കൂടെ ആയി. അത്രയോളം എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ. ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേസമയം MT തിരക്കഥ എഴുതി മലയാളത്തിലെ മുൻനിര സംവിധായകർ ഒരുക്കി മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിലും ഉൾപ്പെടെയുള്ളവർ അഭിനയിക്കുന്ന 9 സിനിമകളുടെ സമാഹാരമാണ് മനോരഥങ്ങൾ. C5 OTT പ്ലാറ്റ്ഫോമിലൂടെ ഓണക്കാലത്തായിരിക്കും ഈ ആന്തോളജി സീരീസ് പുറത്തിറങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.